പിന്നെ രേണുവിന് സുധീറിന് ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു രേണു. ഇപ്പോൾ രേണു കാരണം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ആൾ ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. രേണു എന്നെ അറിയാം ഒത്തിരി വർഷം കൊണ്ട്. ഞാൻ രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാരി കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ രേണുവിൻ്റെ അച്ഛനാണ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വരാൻ വന്നത്. പിന്നെ വൈകിട്ട് അന്ന് വൈകിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് ഒത്തിരി തവണ രേണു ചേട്ടൻ. ഈ രേണു സ്വീറ്റ് ഉള്ള സമയത്ത് രേണുവിന് പൈസ കൊണ്ട് മൊത്തം അടിച്ച് തീക്കുക ഷോപ്പിങ്ങിന്, അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. കള്ളമെന്ന് പറഞ്ഞ് എന്നെ എനിക്കറിയാവുന്ന ആളെയാണ് അടിക്കാൻ വെച്ചത്, എന്നെ അടിക്കാൻ വേണ്ടി വേറെ ആളുടെ പറഞ്ഞ്. അത് നമ്മൾ ട്രൂപ്പിൽ വരയ്ക്കുന്ന പുള്ളിക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, സത്യം അറിയാവുന്നവർക്ക് ഇതിന് മുന്നിട്ട് പറയാൻ പറ്റില്ല, അവരെങ്ങനെ ജീവിച്ചു പോകണമെന്നറിയാം. പിന്നെ ആവശ്യമില്ലാത്ത നമ്മളെ പൈസ വെച്ച് ഇപ്പം അമ്മയെ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരെ ഫോണിൽ ഒരു നമ്മൾ വിളിച്ചിട്ട് എടുക്കത്തുമില്ല. അപ്പോൾ നീ കള്ളം പറഞ്ഞാലും ചോദിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഉറപ്പില്ല പുള്ളിക്കാരിക്ക്. പിന്നെ എന്നെ പറഞ്ഞ ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ഞാൻ സുധീട്ട മരിച്ചപ്പോഴേ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സുധീട്ട ഗവൺമെൻറ് നമ്മളെ കയ്യിലല്ലോ ജോലി കിട്ടേ. അങ്ങനെ ഞാൻ അങ്ങനെ ഈ പുള്ളിക്കാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുവാനും ആളെ അടിക്കാനും പോലീസ് സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്. അല്ല, അവർ ഇവർക്ക് വട്ടാന്നാണ് ചോദിക്കുന്നത്. ഇവർക്ക് സൈക്കിളായിട്ട് എന്തൊക്കെ കുഴപ്പമുണ്ടാകുന്ന ചോദിക്കുന്നത് കാര്യം കാണിക്കുമ്പോൾ. കലാകാരൻ കൂടിയായിട്ടുള്ള രതീഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പോ ചേട്ടൻ ഒരു ആരോപണവുമായി എത്തിയിട്ടുണ്ട്. അതിൽ ചേട്ടൻ്റെ ഒരു ആരോപണമല്ല, ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചേട്ടന്റെ ആവശ്യം രേണു സുധി ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴാണ് രേണു ചേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? ഒരു വർഷം അടുപ്പിച്ചാവും. എന്ത് പറഞ്ഞായിരുന്നു പൈസ വാങ്ങിച്ചത്? എന്നാൽ ഒരു ആവശ്യങ്ങൾ പറഞ്ഞു, കൊച്ചിന് വയ്യാണ്ട് ആണ്, പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം, അത് വീട്ടിലെ ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് മേടിക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും എന്നെ അറിയാമല്ലോ, വീട്ടിലെല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു. പിന്നെ തിരിച്ചിട്ട് ചോദിച്ചപ്പോൾ പുള്ളി തരത്തില്ല. പിന്നെ എൻ്റെ കോൾ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. കടമായിട്ടായിരുന്നോ ചേട്ടനോട്? കടമായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടനൊരു സഹായമായിട്ടല്ല, കടമായിട്ട് തന്നെ കൊടുത്തത്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലൊരു പരിചയം ഉണ്ടാവുന്നത്? സുധീട്ടായിട്ട് തമ്മിലുള്ള പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ സുധീർ ചേട്ടനുള്ള സമയത്തെ പരിചയം. അപ്പോൾ ഈ മരിച്ച സമയത്തൊക്കെ അവിടെ പോവുകയൊക്കെ ചെയ്തു? അല്ല, മരിച്ച സമയത്ത് പോകാൻ പറ്റില്ല, അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയ സമയത്ത്. പിന്നെ നമ്മൾ രണ്ട് ഓരോ ഇരിക്കുന്ന ചേട്ടൻ എപ്പോഴും പറയും ഒരുമിച്ച് കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ മോൻ എന്നെ കാണുന്നു, എൻ്റെ ഫോട്ടോ മോൻ കണ്ടുണ്ട്. അപ്പം മോൻ എന്നെ കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ അച്ഛനെ കാണുന്നത് പറഞ്ഞു, പാമ്പാടിയിൽ. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ വീട്ടിൽ പോയിട്ടുണ്ടായി, അവരുടെ വീട്ടിൽ. ഇളയ മോനാണോ കാണുന്നത്? ഇളയ മോന് എന്നെ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എങ്ങനെ സുധിച്ചേട്ടനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പാന്നാ വിളിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ വീട്ടിൽ പോയി അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഫോട്ടോസിൽ. ഇപ്പോൾ രേണു കാരണം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ആൾ ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. രേണു എന്നെ അറിയാം ഒത്തിരി വർഷം കൊണ്ട്. എങ്ങനെയായിരുന്നു കുടുംബമായിട്ടുള്ള ചേട്ടൻ്റെ ഒരു അടുപ്പം? അല്ല, നല്ല ഇതായിരുന്നു കുടുംബം, നല്ലതായിട്ട് സംസാരിക്കും. പിന്നെ അവരെ ടോണൊക്കെ ഒരു വ്യത്യാസങ്ങൾ വന്നു. പിന്നെ അതിനുശേഷം പിന്നെ എന്നെ അടിക്കാൻ വേണ്ടി ആളെ വിട്ട്. ഈ രേണു കള്ളം പറയുന്നു പറഞ്ഞു ഞാൻ ഒരു ഹെഡ്ലൈൻ കൊടുത്തതിന് ശേഷം. ചേട്ടൻ എപ്പോഴാണ് രേണു കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്? അത് ഞാൻ രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാരി കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. രേണുവിന് അയച്ചപ്പോൾ? രേണു അയച്ചു. അപ്പോൾ അതിൻ്റെ തലേദിവസം തന്നെ, പിറ്റേ ദിവസം തന്നെ വേറൊരു മീഡിയയുടെ പറയായിരുന്നു സുധീട്ട വലുതാണ്, അവർക്ക് സുധീട്ട എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കള്ളമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കറിയാമല്ലോ കാര്യങ്ങൾ മൊത്തവും. അപ്പോൾ ഞാൻ താഴെ കള്ളമെന്ന് എഴുതി. ഇതും കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു, വാകത്താൻ സ്റ്റേഷനിൽ. അവിടെ നിന്ന് CA വിളിക്കുന്നു, SI വിളിക്കുന്നു. അവിടുത്തെ പോലീസ് മൊത്തം തന്നെ ഒരു ദിവസം ഒരു 7 കോൾ തന്നെ വിളിക്കും. ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഈ കോളിങ്ങിന് വരികയാണെങ്കിൽ ഞാൻ മീഡിയയുടെ പറയുകയും ചെയ്യും, ഈ റെക്കോർഡിങ് മൊത്തവും പോലീസിന് കൊടുക്കുന്നു. അങ്ങനെ റെക്കോർഡിങ് മൊത്തം ഫോട്ടോ SI കയ്യിൽ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോവിയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈസ നോവിയുടെ പൈസ പറഞ്ഞില്ല, ലക്ഷ്മി നക്ഷത്രത്തിലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. പുള്ളിക്കാരി എന്നെ തന്നു എഴുതിക്കേണ്ടത് നിങ്ങൾ തമ്മിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഏകദേശം എത്ര പൈസ കൊടുത്തിട്ടുണ്ടാവും ചേട്ടൻ്റെ? ഒരു 4 രൂപ പൈസ കൊടുത്തിട്ടുണ്ട്. ഈ വിവിധ ആവശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് സുധീട്ട എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ രേണു സുധീട്ട ഉള്ള സമയത്ത് രേണുവിന് പൈസ കൊണ്ട് മൊത്തം അടിച്ച് തീക്കുക ഷോപ്പിങ്ങിന്, അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? ലാവിഷ്യം ജീവിക്കണം, ഉള്ളതും ഇല്ലാതെന്ന് അറിയണ്ട, കിട്ടുന്ന പൈസ മൊത്തം അടിച്ച് തീക്കണം എന്നുള്ളവർ. പിറ്റേ ദിവസം സുധീട്ട പൈസ നമ്മുടെ ചോദിക്കും.
കടം ചോദിക്കും, സുധിച്ചേട്ടൻ ചോദിക്കാറുണ്ട്. ആ. അങ്ങനെ കടം വാങ്ങിച്ചു. കടം വാങ്ങിച്ചിട്ട് പിന്നെ ഇളയ കുഞ്ഞിൻ്റെ ഒരു ഓപ്പറേഷൻ എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് 2 മണിക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഒപ്പിച്ച് അവിടെ ശരിയാക്കി കൊടുക്കേണ്ട ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതറിയും. അപ്പോൾ അത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നത് അവർ. അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു കുടുംബത്തെ. ഈ സാമ്പത്തികം അല്ലാതെ എങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ കുടുംബത്തെ? അല്ല, വേറെ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന അത്രേ ഉള്ള. സുധീറിന് നോക്കുമ്പോൾ കൊടുക്കുന്നത്, സുധീറിന് കൊടുക്കുന്ന സമയത്ത് എന്നെ പറഞ്ഞാൽ സുധീറിന് കൊടുക്കണ്ട, സുധീറിന് പൈസ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ സുധീറിന് ചോദിച്ചപ്പോഴാണ് സുധീരൻ പറയുന്നത് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇതാണെന്ന് കാര്യങ്ങൾ പറയുന്നത്, രേണുവിൻ്റെ കേസുകൾ പറയുന്നത്. പിന്നെ രേണുവിന് സുധീറിന് ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു. രേണു ആണോ മെസ്സേജ് അയച്ചത് വേറെ അഫയർ ഉണ്ടെന്ന് പറഞ്ഞു? അയച്ചിട്ടുണ്ടെന്ന്. ഈ ചേട്ടൻ മരണപ്പെട്ട ശേഷം ആണ് ചേട്ടൻ അയച്ചത്. അപ്പോൾ പിന്നെ ഞാൻ പറ്റിയൊന്നും ചോദിക്കാനൊന്നും പോയില്ല. പിന്നെ ഈ പുള്ളിയൊരു ചേച്ചി എന്നെ വിളിക്കും, ഈ വീട് പാലാച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. രേണു വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ടില്ല എന്നെ, എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ടില്ല. അത് ചേട്ടൻ്റെ ചില ഫോട്ടോസ് കണ്ടപ്പോഴേ ഈ കൊല്ലം സുധിയുടെ ഒരു മുഖഛായയിൽ ചേട്ടനുണ്ട്. അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പ് ആ കുടുംബത്തിന് ഉണ്ടായിരുന്നോ ചേട്ടനോട്? ഉണ്ടായിരുന്നു. അങ്ങനെ ഇളയ കൊച്ചിന് വലിയ എന്നെ എപ്പോഴും വിളിക്കും. എന്നെ കുറച്ച് വൈകുന്നേരം എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിക്കും. അമ്മ രേണുവിൻ്റെ അമ്മ എന്നെ കണ്ട് കരഞ്ഞിരുന്നു. പിന്നെ മോൻ നല്ല കരച്ചിലുണ്ടായിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല അവിടെ നിന്ന്. പിന്നെ രേണുവിൻ്റെ അച്ഛനാണ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വരാണ്ട് വന്നത്. പിന്നെ വൈകിട്ട് അന്ന് വൈകിട്ട് തന്നെ മോൻ വിളിച്ചിട്ടുണ്ട് ഒത്തിരി തവണ, രേണുവിൻ്റെ മോൻ. അപ്പോൾ ഇപ്പോൾ ഈ പൈസ വേണം എന്നുള്ളത് അതിപ്പോൾ നടന്നിട്ട് കുറച്ചായല്ലോ. ഞാൻ ഒത്തിരി പൈസ ചോദിച്ചു. പിന്നെ എന്നെ അടിക്കാൻ വേണ്ടി ആളെ വെച്ചായിരുന്നു പുള്ളിക്കാരി. പൈസ ചോദിച്ചതിനോ? പൈസ വെച്ചാൽ ഈ കള്ളമെന്ന് പറഞ്ഞ് എന്നെ എനിക്കറിയാവുന്ന ആളെയാണ് അടിക്കാൻ വെച്ചത്. എന്നെ അടിക്കാൻ വേണ്ടി വേറെ ആളുടെ പറഞ്ഞ്, അത് നമ്മൾ ട്രൂപ്പിൽ വരയ്ക്കുന്ന പുള്ളിക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞു, അവർക്ക് രേണറിയില്ല എനിക്ക് ഇവരെ പരിചയമാണെന്ന് അറിയത്തില്ല. അവരോട് എന്താ പറഞ്ഞത് ചേട്ടനെ കുറിച്ച്? ചേട്ടൻ എന്നെ അറിയാമോന്നോ, എന്നെ അടിക്കണം എന്നൊക്കെ എവിടെയും കിട്ടുമ്പോൾ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ 2 തവണ എന്നെ വിളിച്ചു, കോട്ടയത്തെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിക്കണം എന്നൊക്കെ എല്ലാം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പൈസ ചോദിച്ചതിൻ്റെ പേരിലാണോ? പൈസ അല്ല, ഈ കള്ളമെന്ന് പറഞ്ഞതിൻ്റെ പേസിൽ. പിന്നെ പൈസ കേസ് ഇപ്പോൾ ഞാൻ നമ്മൾ ചോദിക്കാറുള്ളത്. അതായത് ചേട്ടൻ ഇപ്പൊ ഈ കള്ളമാണ് എന്ന് പറഞ്ഞല്ലോ, ഈ സംഭവം പറയുന്നത് രേണു സുധിച്ചേട്ടനെ കുറിച്ച് ഒരു ഇന്റർവ്യൂല് സുധിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമായിരുന്നു കള്ളമാണെന്ന് സോഷ്യൽ മീഡിയ. ആ മീഡിയക്കാരനെ ഞാൻ വിളിച്ച് നല്ല വഴക്കായി. അപ്പോൾ അവൻ പറഞ്ഞു അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, രേണുവിനെ കൊണ്ട് ചെയ്യിക്കുകയെന്ന് പറഞ്ഞത്. രേണു പറഞ്ഞിട്ടാണ് അവർ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, അവർക്ക് അതിൽ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ വന്ന് ക്യാമറയിൽ അടിച്ചു പൊടിക്കുന്നു പറഞ്ഞു. പിന്നെ അങ്ങനെ ശേഷം അങ്ങനത്തെ ഇനി എടുക്കത്തില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചേട്ടന് വിചാരിക്കാം അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതാലോ, എന്നിട്ട് ചേട്ടൻ എന്തിനാണ്? നമുക്ക് ഈ സംഭവം നമുക്ക് അറിയാലോ, സത്യം അറിയാന്നുള്ളവർക്ക് ഇതിന് മുന്നിട്ട് പറയാൻ പറ്റില്ല, അവരെങ്ങനെ ജീവിച്ചു പോകണമെന്ന് അറിയാം. പിന്നെ ആവശ്യമില്ല നമ്മളെ പൈസ വെച്ചപ്പോൾ അമ്മയെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരെ ഫോണിൽ ഒരു നമ്മൾ വിളിച്ചിട്ട് എടുക്കത്തുമില്ല. പുള്ളിക്കാരെ ഫ്രണ്ടുണ്ട് ഒരു പുള്ളിക്കാരി, ആ പുള്ളിക്കാരെ ഫോണിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചീത്ത വിളിച്ച്. ഇപ്പൊ ചേട്ടൻ ഈ പൈസ വേണം എന്ന് പറയുന്നതിന്റെ അതുപോലെ ഇപ്പോൾ ഇതുമായി രംഗത്ത് വരുന്നതിന്റെ ഒരു കാരണം എന്താണ്? കാര്യം ഞാൻ അത്യാവശ്യം കൊടുത്ത പുള്ളിക്കാരി. ഇപ്പോൾ തിരിച്ച് എനിക്കൊരു അത്യാവശ്യം പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ പുള്ളി തരത്തില്ല എന്ന് പറയുന്നത് അത് മോശമല്ലേ? തരില്ല എന്ന് പറഞ്ഞതും അടിക്കാൻ അടച്ച് പിന്നെ അമ്മയെ ചെയ്ത് വിളിക്കുന്നത് നമ്മൾ കൊടുക്കാമായിരുന്നു. ഇനി ആ പൈസ തിരിച്ച് മേടിക്കും. സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കൊടുത്തു പുള്ളിക്കാരി ഫ്രണ്ടിന്. ആ ഫ്രണ്ട് അന്വേഷണം ഒന്നും വീണുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം കാണിച്ചപ്പോൾ അവർക്ക് ഒരു അനക്കവുമില്ല. ആകും റേണുവിനും ഒന്നുമില്ല, പുള്ളിക്കാരിക്കും ഒരു അനക്കമൊന്നുമില്ല. ഈ അടിക്കാൻ ആളെ വിട്ടത് മാത്രമാണോ, അല്ലാതെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഫ്രണ്ട് സൂചിച്ചേട്ട ഒരു ഫ്രണ്ട് പറഞ്ഞത് അവര് വിളിച്ച് പറഞ്ഞിരുന്നു ഇനി രേണുവിനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു, അങ്ങനെയുള്ള കോളുകൾ? അങ്ങനെ ഒത്തിരി കോളുണ്ട്. രേണു ഒത്തിരി ആൾക്കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. എൻ്റെ ഫോൺ നിറച്ച് ഇങ്ങനെ കോളായിരുന്നു, ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഭീഷണിപ്പെടുത്തി. പക്ഷെ അവരോട് പറഞ്ഞത് ചേട്ടൻ ശല്യം ചെയ്യുകയാണെന്നാണല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഈ ശല്യം ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ ഈ റെക്കോർഡിങ് കേൾപ്പിച്ചു കൊടുത്തു. റെക്കോർഡിങ് മൊത്തം അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രേണു സ്ക്രീൻഷോട്ട് അയക്കുന്നു, ഇവിടുത്തെ പോകുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് അയച്ചു തരുവഴി. എവിടെ പോകുന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരും. ബസ്സിലിരിക്കുന്ന ബസ്സിൻ്റെ ഫോട്ടോ അയച്ചു തരും, ബസ് സീറ്റിരിക്കുന്ന ഫോട്ടോസ് അയച്ചു തരും. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ ഫ്രണ്ട്ഷിപ്പ് വേറെ കാര്യം, രേണുവിൻ്റെ ഒരു മൂത്ത മോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ, സൂര്യൻ്റെ ബൈക്ക്. അത് കൊണ്ടുപോയി, മൂത്തം കൊണ്ടുപോയി. അപ്പോൾ അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടുതൽ വിടാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ നിർത്താൻ അവന് നോട്ടം ശരിയല്ല, കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലിയാണ് ഞാൻ ഒത്തിരി സംസാരമായി.
പിന്നെ ഒരിക്കൽ പറഞ്ഞ നോബി ചേട്ടൻ ഞാൻ ഒരു സിനിമയിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ രേണു ചോദിച്ചു, രേണു പറഞ്ഞാൽ അവിടെ അവരായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരാളെ കൊണ്ട് നമ്പർ ഒപ്പിച്ച് ചേട്ടനെ നമ്മൾ നോബി ചേട്ടനെ വിളിച്ചു. അന്ന് രാത്രി 2 മണിയായപ്പോഴും രേണു എന്നെ വിളിച്ച് പറയുന്നു, ഫോൺ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നു, നോബി ചേട്ടനെ വിളിച്ചാന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ നീ ഇങ്ങനെ അറിഞ്ഞ് നോബി ചേട്ടനെ വിളിച്ചതാണ്? അപ്പോൾ അത് കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് നോബി ചേട്ടൻ്റെ നമ്പർ എൻ്റെ ഉണ്ട്. അപ്പം നോബി ചേട്ടൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഈ സംഭവങ്ങൾ അറിയാൻ ചോദിച്ചു. അപ്പോൾ നീ കള്ളം പറഞ്ഞാലും ചോദിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഉറപ്പില്ല പുള്ളിക്കാരിക്ക്. പിന്നെ എൻ്റെ പറഞ്ഞ ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ഞാൻ സുധീട്ട മരിച്ചപ്പോഴും ഇനി ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സുധീട്ട ഗവൺമെൻറ് എംപ്ലോയിലല്ലോ ജോലി കിട്ടേ, ഗവൺമെൻറ് എംപ്ലോയിലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ വരെ പറഞ്ഞു. അതൊന്നും പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല, അതൊന്നും കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ദാരിദ്ര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ, കഷ്ടത, മോൻ്റെ കാര്യങ്ങൾ, മോന് ടോയ്സ് മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ആരെങ്കിലും സഹായിച്ചിട്ടുള്ളതായിട്ട് ചേട്ടൻ അറിയോ? അതായത് ഇതുപോലെ ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഒത്തിരി ഒന്നുണ്ട്. സുധീട്ട ഒത്തിരി ആൾക്ക് പൈസ കൊടുക്കാനുണ്ട്. കുറച്ച് പേർക്ക് അറിയാം, 2-3 പേർക്ക് അറിയാം. അപ്പോൾ അവർ പറഞ്ഞാൽ ആ പൈസ എല്ലാം വേണ്ടെന്നാണ്, സുധീറിന് കൊടുത്ത പൈസ ആക്കും, അത് വേണ്ടെന്ന് പറഞ്ഞു, തിരിച്ചു വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ വിചാരിക്കാലോ? അങ്ങനെ ഈ പുള്ളിക്കാരി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുവാനും ആളെ അടിക്കുവാനും പോലീസ് സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൈസ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരെ മേടിച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു അനക്കവും ഇല്ല, പുള്ളിക്കാരി ഒരു അനക്കവും ഇല്ല. എന്നെ 1-1.5 വർഷം കൊണ്ട് പുള്ളിക്കാരി എന്നെ അറിയാം. എന്നിട്ട് ഈ പുള്ളിക്കാരി ഞാൻ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും പുള്ളിക്കാരി ആരുടെ പറഞ്ഞിട്ടുമില്ല. പിന്നെ ബിനു അടിമാലി, നോബിക, തങ്കച്ചന്, പിന്നെ ഒത്തിരി പേർക്ക് അറിയാം. പിന്നെ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ എല്ലാവരും വീട്ടിൽ എടുത്തുന്ന കരച്ചിലും വിളിയും കാര്യം. ലക്ഷ്മി നരസിംഹ വീട്ടിൽ പോകണമെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഷൂട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് എന്തൊരു ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ട, അവിടെ പോയി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പോയി വന്നു. ചേട്ടൻ ഇങ്ങനെ കുട്ടികൾക്ക് ടോയ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ വീട്ടിൽ? ഞാൻ പൈസ അയച്ചു കൊടുക്കാറേ ഉള്ളൂ, അത് മേടിച്ചു കൊടുക്കാൻ അങ്ങനെ പോയി. ഞാൻ 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ പറ്റില്ല. ലാസ്റ്റ് പുള്ളിക്കാരി അമ്മയും അച്ഛനും വിളിച്ചപ്പോഴാണ് പോയത്. പിന്നെ പുള്ളിക്കാരി പാമ്പാടിയിൽ അച്ഛനുണ്ടെന്ന് പറഞ്ഞു, അച്ഛനെ കാണണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന പള്ളിയിട്ടായിപ്പോയി, പള്ളി നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടക്കത്തിന്റെ സമയത്തും പോകാൻ പറ്റില്ല, അമ്മയ്ക്ക് ഓപ്പറേഷനായിരുന്നു ആ സമയത്ത്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? പൈസ അയച്ചു, അത്ര നമുക്ക് മേടിച്ചാൽ ഇപ്പോഴും അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, പൈസ അങ്ങനെ കൊടുക്കാറേ ഉള്ളൂ. പിന്നെ അതിന് ശേഷമാണ് ഈ പുള്ളിക്കാരി ചീത്ത വിളിയും കാര്യങ്ങളും ഫോണിൽ കൂടെ ഫേമസ് ആയതിനു ശേഷമാണോ? അല്ല, അതിന് മുമ്പ് കുറച്ച് ഈ ഇടക്കാലത്ത് ഈ പുള്ളിക്കാരി ഇതിൻ്റെ വരും മുമ്പ്. പിന്നെ ഞാൻ ഒരു ആൽബം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാടൻ പാട്ട്. ഫസ്റ്റ് ഞാനാണ് വിളിക്കുന്നത് പുള്ളിക്കാരി ആൽബം ചെയ്യാൻ. അപ്പോൾ 25,000 കൊടുക്കുമെന്ന് പറഞ്ഞേ. അവരിപ്പോൾ എല്ലാം പറഞ്ഞ് ഇത് സമയത്താണ് ഈ പുള്ളിക്കാരി ഞാനായിട്ട് വഴക്കാവുന്നത്. പിന്നെ ആ സംഭവം ഞങ്ങൾ വിട്ടത്. പക്ഷെ അവർക്കിപ്പോൾ കുറേ വർക്കുകൾ ഉണ്ടല്ലോ. അല്ല, അത് നല്ല കാര്യമാണ് അവർ കിട്ടുന്നത്. പിന്നെ നമ്മളെ ചൂഷണം ചെയ്ത് ഈ കള്ളം പറയുന്നതും അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. സത്യം വളരെ അംഗീകരിക്കാൻ പറ്റത്തില്ല, ഈ പറയുന്നതെല്ലാം. ഇപ്പോൾ സുചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വെളിപ്പെടുത്തിയതനുസരിച്ച്, ഒരു സുഹൃത്ത് വെളിപ്പെടുത്തിയതനുസരിച്ച് പല ആളുകളുടെ കയ്യിൽ നിന്നും സുധിച്ചേട്ടൻ്റെ പേരിൽ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചേട്ടൻ അങ്ങനെ അറിവുണ്ടോ? അങ്ങനെ രേണു പക്ഷേ സുധീട്ട് മേടിച്ചെന്ന് എനിക്കറിയാം. അല്ല, രേണു മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അത്ര രേണുണ്ട് എല്ലാം പറയാറില്ല. അങ്ങനെ രേണു ഒത്തിരി ഫ്രണ്ട്സുണ്ട്, ഒത്തിരി ലേഡീസ് എല്ലാം ജെൻസാണ് ഫ്രണ്ട്സ് ഉള്ളത്. അതിൽ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ഫോട്ടോ പിന്നെ അത് മാറ്റി കളയുകയും ചെയ്തു, താടി വെച്ച പയ്യൻ്റെ ഫോട്ടോ. പിന്നെ ആ ഫോട്ടോ പിന്നെ അതിനെപ്പറ്റി ചോദിക്കാറില്ലേ. പിന്നെ പുള്ളിക്കാരി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യം പറയും. പുള്ളിക്കാരി ആ നല്ല പറയായിരുന്നു. പുള്ളിക്കാരി ലില്ലു മോളോട് ജോലിക്ക് പോകുന്നുണ്ട് പറഞ്ഞു, ഇറയോട് വന്ന് പറയാൻ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു, വല്ലതും പറഞ്ഞാൽ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി ചേച്ചിയുടെ കൊച്ചു ഒരു ആക്സിഡൻ്റ് ആയി, സൈക്കിളിൽ നിന്ന് വീണ് അങ്ങനെ തല പൊട്ടി കോട്ടയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് രേണു അവിടെ പോയി കൊച്ചിൻ്റെ പറഞ്ഞു, പെൺകൊച്ചാണ്, +2 പഠിക്കുന്നത്, കൊച്ചു പറഞ്ഞാൽ ഈ നോക്കിയിരുന്ന് ആരും കാണണമെങ്കിൽ ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു വഴക്കിൽ നിൽക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ രേണുവിന് സുധിച്ചേട്ടൻ്റെ പേരിൽ സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയതായിട്ട് നിങ്ങൾക്കറിയോ? സഹായം ഒത്തിരി കിട്ടുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രം പുള്ളിക്കാരി പൈസ കൊടുക്കുന്നത് ഇപ്പം കൊടുക്കുന്നത് അറിയത്തില്ല. ഒരു എന്ത് വേണം എന്ന് പറഞ്ഞാലും പൈസ കൊടുക്കും. 6,000 രൂപ മാസം കൊടുക്കാറുണ്ടായിരുന്നു എന്നെ പറയണ്ടായിരുന്നു. അതായത് ആ സുധിച്ചേട്ടനുണ്ടായിരുന്ന പരിപാടിയിലെ ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ടോ? ഒത്തിരി ആൾ കൊടുത്തിട്ടുണ്ട്. അത് ആരും രംഗത്ത് പറഞ്ഞിട്ടില്ല, ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആരും കൊടുക്കാറില്ലെന്നാണ് എൻ്റെ അറിവ്. പുള്ളിക്കാരി ഇപ്പം ഇങ്ങനെ ഇതെല്ലാം ഇവിടെ ആരും കൊടുക്കാറില്ല, പൈസകളൊന്നും ആരും. ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല.
അച്ഛൻ പറഞ്ഞ അച്ഛനെ ചീത്ത വിളിക്കും. അച്ഛൻ നമ്മൾ ഈ മീഡിയ പറഞ്ഞ അച്ഛനെ ചീത്ത വിളിക്കും, അമ്മയെ ചീത്ത വിളിക്കും. പുള്ളിക്ക് തോന്നുന്ന ഇഷ്ടം പോലെ ജീവിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അതായത് ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ സുധിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞു കാണും. അപ്പൊ ആ സമയത്തൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു അത് ഇതുപോലെ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ചേട്ടൻ വിലക്കിയിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അവരെ ഇഷ്ടമാണ്, അത് അവരെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിനെ ചോദിക്കുന്നില്ലല്ലോ. നമ്മളൊരാൾ ആദ്യം പറഞ്ഞിട്ട് അവരത് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറച്ച് നേരം നമുക്ക് തോന്നുന്നില്ല, ഏതാണ്ട് കുറച്ച് 1.5 വർഷം അടുപ്പിച്ച് തന്നിട്ടുള്ളൂ നമ്മൾ ആ ഒരു. പിന്നെ ആ കോൾ ബ്ലോക്കാണ് നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പൈസ തന്നെ വിളിക്കുമ്പോൾ എടുക്കാറില്ല. പിന്നെ ഒരു മാമൻ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി നേരം. പിന്നെ പല കോളിലും ഞാൻ എവിടെ നിൽക്കുന്നു എന്താണെന്നൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. പല ആളും വിളിച്ച് ചോദിക്കുമായിരുന്നു എവിടെയാണെന്നൊക്കെ. പിന്നെ അതൊക്കെ കൊണ്ട് എനിക്കറിയാം ഈ രേണുവിൻ്റെ പരിപാടിയാണെന്ന് എനിക്കറിയാം, മനസ്സിലായി. പിന്നെ പലരും പറഞ്ഞ് രേണു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പൈസ തിരിച്ച് ചോദിക്കുമ്പോഴെല്ലാം രേണു എന്താണ് പറയാറ്? തരാമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മൗനമാണ് പുള്ളി ഞാൻ ചോദിക്കും. മെസ്സേജ് ഇട്ടുമ്പോഴെല്ലാം. പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ നല്ല ബ്ലോക്കായി പോയിട്ടുണ്ട്. പിന്നെ കോളൊന്നും വിളിച്ചാൽ കിട്ടത്തില്ല. ഫ്രണ്ട്സിൻ്റെ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി മുഖാന്തരമാണ് ഈ പുള്ളിക്കാരി പൈസ ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരി ചീത്ത വിളിച്ചാണ് ഇരിക്കുന്നത്, ഈ മെസ്സേജ് ഇരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചേട്ടനെ പോലെ? അതായത് പൈസ ചോദിച്ചിട്ട് ഇതുപോലെ ഈ ഫോൺ മുഖാന്തരം ചീത്ത വിളി കേൾക്കേണ്ടി വരിക, അങ്ങനെ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഉണ്ടായതായിട്ട് അനുഭവം ചേട്ടനോട് പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറയില്ല. ആരും അതൊന്നും എന്നെ പറയത്തില്ല. പൈസ മേടിച്ചിട്ടൊന്നും പറയില്ല, വേറെ ആരും മേടിച്ചിട്ടൊന്നും പറയില്ല. ഇപ്പം എന്നോട് വിളിക്കുന്ന കാര്യം എന്നോട് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ വേറെ ആരും ചോദിച്ചാൽ വേറെ ആരും അറിയത്തില്ല. ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ രേണു പൈസ തരാനുണ്ട് ചോദിച്ചപ്പോൾ തരുന്നില്ല എന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചോ? ഇല്ല, അങ്ങനെയല്ല. സുധീറിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ കേസ് ഇങ്ങനെ മേടിച്ചൊന്നും എൻ്റെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും അങ്ങനെ അതിനെ പറ്റി. സുധിച്ചേട്ടൻ എപ്പം മുതലാണ് ഇങ്ങനെ കടം ചോദിക്കുന്ന ഒരു രീതി വന്നത്? എൻ്റെ പരിചയപ്പെട്ട സമയത്താണ്. അതുകൊണ്ട് അറിയാം. ചേട്ടൻ പരിചയപ്പെടുന്ന സമയത്ത് രേണു സുധിയായിട്ട് വാങ്ങാൻ കഴിഞ്ഞിരുന്നോ? കൊല്ലം ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെ ട്രൂപ്പിൽ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ രേണുവിന്റെ എക്സ്പെൻസ് കൊണ്ടാണ് ഇങ്ങനെ കടം വാങ്ങിക്കുന്നത് മാത്രമാണോ പറഞ്ഞത്? പറഞ്ഞോ? പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പുള്ളിക്കാരി അപ്പോഴും വീട്ടിൽ പ്രശ്നം ഉണ്ടാകും. ഒരു മുൻദേഷ്യവും കാര്യങ്ങളും പുള്ളിക്കാരി ഒരു അഹങ്കാരം പഠിച്ചുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ കിട്ടുന്ന പൈസ അന്ന് തന്നെ തീക്കണം എന്നുള്ളൊരു ഇതാണ്. ഇവർക്ക് ടൂർ പോകുകയാണ്, കിട്ടുന്ന പൈസ മൊത്തം അടിച്ച് തീക്കണം എന്നുള്ളൊരു പുള്ളി ഇതാണ്. ഇതിപ്പോൾ ചേട്ടൻ ഇത് പറയുന്നതിന് ശേഷം ഇപ്പോൾ ആളുകൾ ചോദിക്കും, എന്തിനാണ് ഇത്രയും കാലം പറയാതെ നിങ്ങളിപ്പോൾ ഇത് മീഡിയയിലൂടെ? അല്ല, ഞാൻ ഒരിക്കൽ 2-3 പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ, അവർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും വരുമോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പോലീസ് കേസ് കൂടെ ആയതുകൊണ്ട് അവർക്ക് ചെയ്യാനൊരു മടിയായിരുന്നു. അപ്പോൾ ഞാൻ പോലീസ് കേസിനാണ് വേറെ കുഴപ്പമൊന്നുമില്ല. കേസ് FIR കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേസാണ്. രേണു കൊണ്ട് വെറുതെ എന്നിട്ട് എൻ്റെ പറഞ്ഞ് ഒരു ലേഡീസ് കേസ് കൊണ്ടുവരുമ്പോൾ അവർക്ക് വിളിച്ച് ചോദിക്കേണ്ട കടമയില്ലെന്ന് CA വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ എൻ്റെ കൺസൾട്ടൻ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ച് പറഞ്ഞ് അതിലൊന്നുമില്ല തോന്നി, കേസെടുക്കേണ്ട അതിനകത്ത് ഒരു കാരണമില്ലെന്ന് പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് ചേട്ടൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, വീട്ടിൽ പോയി അന്നപ്പോൾ ചോദിച്ചിട്ടില്ലെന്ന്. അപ്പോൾ നമ്മൾ നല്ലൊരു ഇതായിരുന്നു. ഒറ്റ തവണ വീടുള്ളൂ വീട്ടിലേ. പൈസ തരാത്തതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പോയി ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കില്ല. നമ്മൾ ചോദിക്കാൻ പോകുമ്പോൾ അടുത്ത് വേറെ എന്തെങ്കിലും പറയുന്നതാകുമ്പോൾ. ഇപ്പം ചേട്ടൻ കലാകാരനാണ്, ഇങ്ങനെ സ്റ്റേജ് ഷോകളിലൊക്കെ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. TV ചാനൽ. ഇപ്പം TV ചാനൽ കുറച്ച് നാൾ കൊണ്ട് പോകുന്നില്ല. വയ്യാതായി, വയ്യാതുണ്ടായെന്നുള്ള പോകുന്നില്ല. ഇപ്പോൾ കോർഡിനേറ്റ് പരിപാടി, സിനിമയുടെ കോർഡിനേറ്റ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇത് ഒരു ഇന്റർവ്യൂയിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പം ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അത് വിഷയമില്ലല്ലോ. അത് പലരും കാണല്ലോ പറയാൻ പറ്റിയത്. നമുക്കതൊന്നും വിഷയമില്ല. ഇനിയിപ്പം രേണു വീണ്ടും ഒരു കേസ് കൊടുത്താലോ ഇതുപോലെ അവർക്ക് കൊടുക്കാതിരിക്കും, കേസ് കൊടുക്കാം. 2 കൊടുക്കാൻ കേസ്. അത് കൂടുതൽ ഞാനവിടെ തെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ആളുകളാണ്, അപ്പം രേണു ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു എന്ന് പറയും. ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ എന്നെ വിഷമിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. രേണുവിൻ്റെ ഭാഗത്തു നിന്ന് ചേട്ടനെ അത്രയേറെ വിഷമിപ്പിച്ച കാര്യം എന്തായിരുന്നു? വിഷമിച്ച കള്ളം പറയുന്ന ഒന്ന്, പിന്നെ അടിക്കുന്ന ആളെ വെച്ചു, അമ്മയെ ചീത്ത വിളിച്ചു, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉണ്ട്. അതായത് വിഷമഘട്ടത്തിൽ സഹായിച്ചിട്ടും ഇങ്ങനെ ചെയ്തതാണോ ചേട്ടനെ വിഷമിപ്പിച്ചത്? ഏറ്റവും കൂടുതൽ അതൊക്കെ. പിന്നെ ഏറ്റവും കള്ളം അംഗീകരിക്കാൻ പറ്റാത്ത കള്ളങ്ങളാണ് പറയുന്നത്. അംഗീകരിക്കാൻ പറ്റാത്ത കള്ളങ്ങളാണ് ഏറ്റവും പറയുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നാളെ രേണു വന്നാലും രേണു പറയാൻ പോകുന്നത്
അങ്ങനെ ഒരാൾക്ക് പൈസ കൊടുക്കാനില്ല എന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാല്ലേ. ചിലപ്പോൾ വരാൻ പോകുന്നത് ഞാൻ നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ചോദ്യമായിരിക്കാം. ഇതൊരു ചെറിയ തുകയായി താങ്കൾക്ക് കാണാമല്ലോ, എന്തുകൊണ്ടാണ് അല്ല അത് കളയാത്തത് എന്നുള്ളത്. വിട്ടുകളയാത്ത കാര്യം എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് നമുക്ക് അടിക്കുന്ന ആളെ വെച്ചതും പിന്നെ അതേപോലെ തന്നെ ചീത്ത വിളിച്ചതും പിന്നെ അമ്മയെ ചീത്ത വിളിച്ചതും ഇതൊക്കെ കൊണ്ടാണ് മേടിക്കുന്നത്. ഇതിപ്പോ ഒരു 4000 രൂപ എന്നാണ് ചേട്ടൻ പറയുന്നത്. ചിലപ്പോ ആളുകൾ ചോദിക്കാം, ഞാൻ ചോദിച്ച പോലെ തന്നെ ഒരു നിസ്സാര പൈസയല്ലേ, അതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യങ്ങൾ ഉണ്ടോ എന്ന് ആളുകൾ ചോദിച്ചേക്കാം. ഇല്ലല്ല, അങ്ങനെ ഒന്നും വരികയൊന്നുമില്ല. ഇല്ല, കൊടുത്ത പൈസ തിരിച്ചു തരണം എന്നുള്ള ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ മരണശേഷം ഇപ്പോ രേണുവിൽ സംഭവിച്ച മാറ്റങ്ങളുണ്ടല്ലോ, അത് കാണുമ്പോൾ സുധിച്ചേട്ടന് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിലും, ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളെന്ന നിലയിലും ഒക്കെ, രേണുവിനെ അടുത്തറിയുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? വളരെ വലിയ നമുക്കെന്ത് പറയാൻ പറ്റുമോ പുള്ളിക്കാരി ചെയ്യുന്നതിന്? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരി ചെയ്യാനായിട്ട്. സുധിച്ചേട്ടന്റെ പേര് ആ പേര് പോകും, സുധീറിന്റെ പേരിലല്ലേ ഈ പുള്ളിക്കാരി ചെയ്യുന്നത്. സുധീട്ടെന്ന് പറഞ്ഞല്ലേ ചെയ്യുന്നത്. അപ്പം ആ പേര് വെക്കുന്നത് മോശമല്ലേ അത് ചെയ്യുന്നത്. ആ സുധീറിനെ അത് നമ്മൾ താഴ്ത്തി കൊണ്ടുവന്നുള്ള സംഭവം. ഇപ്പൊ ഈ സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ രേണു എങ്ങനെയാണ്, ഇതുപോലെ തന്നെ അകലാണോ? അകലാണോന്ന് ഞാൻ അറിഞ്ഞത്. അത്ര അടുപ്പ് ആരുമില്ല. രേണുവിന്റെ നമ്പർ ആർക്കും അറിയത്തില്ല, ഒരാരില്ല. എൻ്റെ മാത്രമേ അങ്ങനെ തന്നിട്ടുള്ളൂ ഒരു നമ്പർ, വേറൊരു നമ്പർ, പുതിയ നമ്പർ തന്നിട്ടുള്ളൂ. ഈ 3 നമ്പർ എൻ്റെ ഉള്ളൂ, ഒരാരും അറിയത്തില്ല. രേണു ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റും. അതെന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ? അത് വേറൊരു വാട്സപ്പ് പല അവിടെ നിന്ന് നമ്പർ കോൾ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്പർ മാറ്റിയെന്ന്. ഇപ്പോൾ ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, രേണു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സുധിച്ചേട്ടൻ്റെ പേരിലൊരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണം കേൾക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു? അങ്ങനെ ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം ചെയ്യാൻ? പറഞ്ഞിട്ടില്ല, അതങ്ങനെ സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതറിയത്തില്ല. ഇപ്പോൾ ചേട്ടനോടൊക്കെ സഹായം ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ആളുകൾക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ ചേട്ടൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇങ്ങനെ സഹായം ചോദിക്കുമ്പോൾ ജോലിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചൂടെ എന്നൊക്കെ അന്ന് ചേട്ടൻ ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നു. അപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു, ജോലി കിട്ടും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പൈസ തരുന്ന അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വന്നു? പൈസ ജോലി കിട്ടുമ്പോൾ എല്ലാം റിട്ടേൺ കൊടുക്കുന്ന ഈ മേടിച്ചവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു രേണു ഒരു ജോലി സമ്പാദിക്കാൻ വേണ്ടിയിട്ട്? അല്ല, പോകുന്ന പറഞ്ഞു, അവിടെ ഇന്റർവ്യൂ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അല്ല, പോയിട്ട് നമുക്കറിയത്തില്ല, കണ്ടറിയത്തില്ലല്ലോ. പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക്? അതിനെപ്പറ്റി എന്തെങ്കിലും ഫ്ലവേഴ്സ് അറിയില്ലായിരുന്നു. പിന്നെ വേറെ 2-3 പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി കൊടുക്കുന്നതൊക്കെ. പിന്നെ പുള്ളിക്കാരി താല്പര്യമില്ലാത്ത പുള്ളിക്കാരി പോകത്തില്ല, അതായിരിക്കും. പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ജോലിക്ക് പോകാൻ താല്പര്യമില്ല? പുള്ളിക്കാരി ഇങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് ഇൻസ്റ്റയിലും കളിച്ച് വെറുതെ അങ്ങനെ ആളെ പഠിച്ചും വെള്ളം പറഞ്ഞങ്ങനെ ഇരിക്കണം എന്നുള്ളൊരിതാണ്. ഇപ്പോൾ ഒരു വിവാദമായിട്ട് മാറിയിരുന്ന ഒന്നായിരുന്നു അവരുടെ, അതായത് കുറേ കാലം രേണു സുധിയുടെ ലൊക്കേഷനിലൊക്കെയുള്ള വീഡിയോകളാണ് വൈറലായത്. പിന്നീടാണ് പെട്ടെന്നൊരു ദിവസം വീടുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നു. അതിനുശേഷം സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം അവിടെ 4-5 ദിവസം വരെ ഒരു ഡാൻസ് കളിച്ചതും ഒക്കെ വിവാദങ്ങളിലേക്ക് മാറുമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എന്തായിരുന്നു, സുധിച്ചേട്ടൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലയിലൊക്കെ എന്തായിരുന്നു ഫീൽ ചെയ്തത്? കണ്ടപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഈ സുധിയുടെ പേരും വെച്ച് അവർ ചെയ്യുന്നതാണ്. വേറെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത്. ഈ സഹായം ചെയ്തവർക്കും അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറി. അത് മാറി, അതല്ലാതെ മാറി. സഹായിക്കുന്ന എല്ലാവരും വെറുത്തു തുടങ്ങിയായിരുന്നു. രേണുവിനോട് എന്താ പറയാനുള്ളത്? എന്തായാലും ചേട്ടൻ പറയുന്നത് ബ്ലോക്കാണ്, കോൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ചേട്ടൻ എന്താണ് ഇപ്പൊ കാണുകയാണെങ്കിൽ പറയണമെന്ന് മനസ്സിലുള്ളത്? ഞാൻ പൈസ ചോദിക്കും. പിന്നെ കള്ളം പറയാൻ നമുക്ക് വേറെ പറയാൻ പറ്റില്ലല്ലോ. രേണു ഇന്റർവ്യൂകളിലൊക്കെ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമാണെന്ന്, പച്ചക്കള്ളമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയുന്നത്? എനിക്കറിയാം, കാര്യങ്ങൾ മൊത്തം അറിയാം. രേണു പറഞ്ഞിട്ടുണ്ട് എൻ്റെ, അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. അതിൻ്റെ വേണമെങ്കിൽ കോൾ റെക്കോർഡിങ് ഞാൻ എടുത്ത് തരാം. അതിൻ്റെ കോൾ റെക്കോർഡ് രേണു പറഞ്ഞതിൻ്റെ കോൾ റെക്കോർഡിങ്ങും സ്ക്രീൻഷോട്ടും എടുത്ത് തരാം. ഈ അതായത് സുധിച്ചേട്ടൻ്റെ മുഖച്ഛായ ഉള്ള ഒരാൾ എന്ന നിലയിലുള്ള സൗഹൃദമാണോ, അതോ അത് എന്തെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള ഒരു ശ്രമം രേണുവിന്റെ ഭാഗത്തുനിന്നുണ്ട്? അല്ല, സുധിയേട്ടനുള്ള ഇതിലൂടെ തന്നെ അവരെല്ലാവരും ഫാമിലിയായിട്ട് എല്ലാം മൊത്തത്തോടെ എന്നെ കാണുന്നത്. വേറെ എന്തെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് ഈ പ്രശ്നമായ ശേഷം പുള്ളിക്കാരി അടിക്കാൻ ആളെ വയ്ക്കാനും കേസ് കൊടുത്തതും അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അമ്മയെ ചീത്ത വിളിക്കുന്നത്
ഉം. ഈ സുധിച്ചേട്ടന്റെ അമ്മ ചേട്ടനെ വിളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ നമ്പർ തന്നിട്ടില്ല. ഉം. ഈ രേണുവിനോട് വാങ്ങിച്ച് വിളിക്കാൻ അങ്ങനെ വിളിക്കാൻ തന്നിട്ടില്ല. രേണുവിനോട് ചോദിച്ചപ്പോൾ തന്നിട്ടില്ല. തന്നിട്ടില്ല. പിന്നെ കിച്ചുവിൻ്റെ നമ്പർ ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഇതൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? തരാം എന്ന് പറയാത്തുള്ളൂ. പിന്നെ തന്നിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇട്ടരാം അങ്ങനെ പറയുന്നില്ല, തന്നിട്ടില്ല. ഇങ്ങനൊരു ഫെയിം രേണു എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നതായി ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എൻ്റെ ഈ സമയം പറഞ്ഞിട്ടില്ല. ഉം. ഈ കല ഫീൽഡ് വരണമെന്നും പുള്ളിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് നമുക്കൊരു ഇതായിപ്പോയി. ആര് വഴിയാണ് രേണു അഭിനയ രംഗത്തേക്ക് വരുന്നത് എന്ന് ചേട്ടൻ അറിയാമോ? ഒരു ദിവസം പെട്ടെന്ന് കാണുന്നത് നാടക രംഗത്തേക്ക് വന്നൊരു രേണുവിനെയാണ്. എന്നെ പറഞ്ഞിട്ടായിരുന്നു, നാടകത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണെന്ന് എന്നെ പറഞ്ഞിട്ടായിരുന്നു. ഏതെങ്കിലും ഗോഡ് ഫാദർമാരുണ്ടോ ഇങ്ങനെ കലാരംഗത്തേക്ക് വരുന്നതിന് രേണുവിന്? അങ്ങനെ എന്തെങ്കിലും അങ്ങനെയായിട്ട് വേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല. രേണു പറഞ്ഞത് എനിക്ക് ഫ്ലവേഴ്സ് ആയിട്ടോ ഇവരായിട്ടോ ആരുമായിട്ടോ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ചോദിച്ചപ്പോഴേ ആരും നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നോബൽ ഞാൻ പറഞ്ഞില്ല, അത് നോബൽ ചോദിച്ചപ്പോഴേ ആരെയും അറിയത്തില്ല പറഞ്ഞാൽ നമ്പർ ആരില്ല, ഇല്ല കോണ്ടാക്ട് ഇല്ലെന്ന് അറിഞ്ഞിട്ടുള്ളൂ. സുഖിയുടെ മരിച്ച ശേഷം പിന്നെ ആരും അവരെ അന്വേഷിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞോ? സുധി മരിച്ചതിന് ശേഷം ഇവരാരും അന്വേഷിച്ച് വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ലക്ഷ്മി വേറെ പേര് വിളിക്കുന്നത്, ആ പുള്ളിക്കാരി മാത്രമേ വരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുള്ളൂ. ഒരു സ്പ്രേ ഒക്കെ കൊടുത്തിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഇതെന്താ പറയാ, അതിനെപ്പറ്റി അവരെ പറയുന്നത് വേറെ രീതിയിൽ പറയുന്നത്. എന്താ പറഞ്ഞത്? അത് കൊള്ളത്തില്ല, എന്ന സ്മെല്ലാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ ചേട്ടനോടും പറഞ്ഞിട്ടുണ്ട്? അല്ല, എൻ്റെ കൂടെ കേസ് പറഞ്ഞിട്ടില്ല. മീഡിയയിൽ പറയുന്നത് അങ്ങനെ പറയുന്നത്. അപ്പം ഈ ആളുകളൊക്കെ ഇതിപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ചർച്ചയാവുമല്ലോ. അപ്പം ഇങ്ങനെ ഈ രേണുവിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലും ആളുകൾ പങ്കുവയ്ക്കുന്ന ഒരു വിഷമം. അല്ല, അവർ വട്ടാന്നാ ചോദിക്കുന്നത്, ഇവർക്ക് സൈക്കിളായിട്ട് കുഴപ്പമുണ്ടോ ചോദിക്കുന്നത് കാര്യം കാണിക്കുമ്പോഴും. ആദ്യം സുധിച്ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ സുധിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു വീണ ഡിപ്രഷൻ്റെ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. അത് അറിയാം, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുന്നു എന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ അയാളൊന്നും പറയാത്തത്, പുറത്ത് കൊണ്ടുപോകുന്നതും കറങ്ങാനെ കൊണ്ടുപോകുന്നതും പൈസ കൊണ്ട് ചോദിക്കുന്നതൊക്കെ. അതിൻ്റെ ചികിത്സകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അറിയത്തില്ല. ഇങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ദേഷ്യം പെട്ടെന്നുണ്ടാകുന്നുണ്ട്, പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അന്ന് വീട്ടിൽ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, അങ്ങനത്തെ കുറച്ച് ഉണ്ടാകും. അപ്പോൾ ഈ സുധിച്ചേട്ടൻ്റെ മരണശേഷം രേണുവിൻ്റെ ഒരു മാനസികാവസ്ഥ ശരിക്കും എന്തായിരുന്നു? ആള് കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയിരുന്നോ? പുള്ളി ഹാപ്പി ആയി. പിന്നെ അവസ്ഥ കാണാനായിപ്പോയി. അതെന്താണ്? ഭർത്താവ് മരിച്ചാൽ ഹാപ്പി ആയിട്ട് ജീവിക്കില്ലേ? പുള്ളിക്കാരിക്ക് ഒന്നും അറിയണ്ട, എല്ലാവരും വിളിക്കാനുണ്ട്, ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇഷ്ടം നല്ല റീച്ചായി പോകുന്നുണ്ട് പുള്ളിക്കാരി എപ്പോഴും. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ആരെങ്കിലും എന്തൊക്കെ പറയുമെന്ന് പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല എന്നാണ്. ആള് ഇങ്ങനെ നെഗറ്റീവ് കമന്റിനെ ആസ്വദിക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. അതായിരിക്കും.